ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഒന്നാലോചിച്ചാൽ അറിയാം, നമ്മളെല്ലാവരും ഒരു ഓട്ടത്തിലാണ്. കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി, പണം ഉണ്ടാക്കാൻ വേണ്ടി, നല്ല വീട് വയ്ക്കാൻ, അതുപോലെ നല്ലൊരു കാറ് വാങ്ങാൻ, മക്കളെ പഠിപ്പിച്ച് വലിയ ആളുകളാക്കാൻ ഒക്കെയുള്ള ഒരു ഓട്ടത്തിലാണ് നമ്മൾ. ഇതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ എപ്പോഴോ നമ്മൾ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കണം, ഞാൻ ശരിക്കും ഹാപ്പിയാണോ, ഞാൻ സംതൃപ്തയാണോ, അല്ലെങ്കിൽ ഞാൻ സംതൃപ്തനാണോ എന്നുള്ളത്. ചിലപ്പോൾ എത്ര നേട്ടങ്ങളൊക്കെ നേടിയാലും നമ്മൾ ഒരിക്കലും സന്തോഷവാനായിരിക്കണമെന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സംതൃപ്തരായിരിക്കണമെന്നില്ല. എപ്പോഴാണ് നമുക്ക് ഈ സംതൃപ്തി ഉണ്ടാകുന്നത്? ഈ സന്തോഷവും സംതൃപ്തിയും ഒക്കെ നമുക്കുള്ളിൽ തന്നെയാണ് ഉള്ളത്. അത് നമ്മൾ തിരിച്ചറിയുക. നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുക, സെൽഫ് ലവ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. നമ്മൾ നമ്മളെ തന്നെ അംഗീകരിക്കുക, സ്നേഹിക്കുക, നമ്മുടെ കഴിവുകളെക്കുറിച്ചും കുറവുകളെക്കുറിച്ചും ഒക്കെ തിരിച്ചറിയുക. നമ്മൾ നമ്മളെ തന്നെ അംഗീകരിക്കുമ്പോഴാണ് നമ്മളെ മറ്റുള്ളവരും അംഗീകരിക്കുകയുള്ളൂ. ഇപ്പം നമ്മുടെ അപ്പിയറൻസ്, നമ്മുടെ എക്സ്റ്റേണൽ ആയിട്ടുള്ള അപ്പിയറൻസ് എന്തുമായിരിക്കട്ടെ, നമ്മൾ നല്ല വണ്ണമുള്ളവരായിരിക്കാം, പൊക്കം കുറഞ്ഞ ആളുകളായിരിക്കാം, കളറ് കുറവുള്ള ആളുകളായിരിക്കാം, എന്തുമായിരിക്കട്ടെ, നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കാൻ പഠിക്കുക. നമ്മൾക്ക് എന്താണോ ചെയ്യാൻ ഇഷ്ടം അതിനുവേണ്ടി എല്ലാ ദിവസവും കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ജീവിതത്തിലെ കുട്ടി സന്തോഷങ്ങളും നിമിഷങ്ങളും ഒക്കെ മാക്സിമം നമ്മൾ എൻജോയ് ചെയ്യുവാൻ ശ്രമിക്കുക. ജീവിതത്തിലെ കുഞ്ഞു കാര്യങ്ങളുണ്ട്, വളരെ ചെറുതാണെങ്കിലും അത് നമുക്ക് വളരെ സന്തോഷവും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള മൈൻഡും ഒക്കെ തരുന്ന കാര്യങ്ങളാണ്. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ അസ്തമിക്കുന്ന ഒരു സമയമുണ്ടല്ലോ, നല്ല രസമല്ലേ അത് കാണാൻ. അതുപോലെ തന്നെ സൂര്യൻ ഉദിച്ചു വരുന്ന സമയം, അതുപോലെ തന്നെ ഒരു കപ്പ് കോഫിയൊക്കെ ആയിട്ട് നല്ല മഴയത്ത് ഇങ്ങനെ ആ മഴ ഇങ്ങനെ പെയ്യുന്ന നോക്കൂ, എന്തൊരു സന്തോഷമാണ് അല്ലേ നമുക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ വേറൊരു കാര്യമാണ് കുഞ്ഞു കുട്ടികളുടെ കളികൾ ഇങ്ങനെ കാണാൻ. അവരിങ്ങനെ കളിച്ച് ചിരിച്ചുകൊണ്ട് നടക്കണം കാണാൻ എന്ത് രസമാണല്ലേ. ഇങ്ങനെ ജീവിതത്തിലെ കുഞ്ഞു കാര്യങ്ങളൊക്കെ നമ്മൾ ആസ്വദിക്കാൻ പഠിക്കുക. രണ്ടാമതായിട്ട് നമുക്ക് ഹാപ്പിനെസ് കിട്ടുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ നല്ല സംതൃപ്തി കിട്ടുന്ന ഒരു കാര്യമാണ്, നമുക്കിഷ്ടമുള്ള ആളുകളുടെ കൂടെ മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളത്. ഒന്നാലോചിച്ചാൽ അറിയാം, നമ്മുടെ ജീവിതം വളരെ ഷോർട്ടാണ്. കുറച്ച് നാളുകളേ ഉള്ളൂ നമ്മൾ ഈ ഭൂമിയിൽ ഇങ്ങനെ ജീവിക്കുന്നത് അല്ലേ. നമുക്കിഷ്ടമുള്ള ആളുകളുടെ അടുത്ത് സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്ന ഒരു സമയമുണ്ടല്ലോ, അത് ചിലപ്പോൾ വളരെ ഷോർട്ടായിരിക്കും. കാരണം നമ്മുടെ ജീവിതത്തിൽ തിരക്കായി കഴിയുമ്പോൾ, നമ്മൾ ജോലിയിലും നമ്മുടെ മറ്റ് ലൈഫ് സിറ്റുവേഷനിലും ബിസി ആകുമ്പം നമുക്ക് നമ്മുടെ മാതാപിതാക്കളുടെ അടുത്ത് സ്പെൻഡ് ചെയ്യുന്ന സമയം, അതുപോലെ തന്നെ നമ്മുടെ സിബ്ലിങ്സ്, നമ്മുടെ സഹോദരങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന സമയം, നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാനുള്ള സമയം, ഇതൊക്കെ നമുക്ക് കുറവായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ മക്കളുടെ കൂടെ, അവരും പിന്നീട് ബിസിയായും അവരുടെ എഡ്യൂക്കേഷൻ, അവരുടെ കോളേജ് ലൈഫ് എന്ന് പറഞ്ഞാൽ അവരും പോകും. അപ്പോൾ ഇതൊക്കെ നമുക്ക് കിട്ടുന്ന സമയം വളരെ കുറച്ചായിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഓരോ നിമിഷവും മാക്സിമം എൻജോയ് ചെയ്ത് സന്തോഷത്തോടെ സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. നല്ല സന്തോഷവും സംതൃപ്തിയും ഒക്കെ കിട്ടാൻ വേണ്ടി മൂന്നാമതായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നത്. ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾക്കും നമുക്ക് എന്താണോ ഉള്ളത് അതിന് നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക എന്നുള്ളതാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ നല്ല ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക, ജേർണൽ എഴുതാം നമുക്കതിന് വേണ്ടി. നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെക്കാം. പിന്നീട് അതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഇപ്പോൾ ഒരു ജേർണൽ എഴുതുന്ന കൂടാതെ തന്നെ നമുക്ക് നമ്മുടെ നന്ദി പ്രകാശനം മറ്റുള്ളവരോട് നമുക്ക് നേരിട്ട് പ്രകടിപ്പിക്കാം. അതുകൂടാതെ തന്നെ നമുക്ക് സ്വയം കുറച്ച് ക്വയറ്റായിട്ടുള്ള ഒരു സമയം എടുത്തിട്ട് നമുക്ക് നമ്മുടെ മനസ്സിൽ തന്നെ ആലോചിച്ച് നോക്കാം, നമുക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങളാണുള്ളത്, നമുക്ക് എന്തൊക്കെ നല്ല കാര്യങ്ങളാണ്, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ മൈൻഡ്ഫുള്ളായിട്ട് ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല ഹാപ്പിനെസ്സും നല്ല ജീവിതത്തിൽ നല്ല സംതൃപ്തിയൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. നല്ല സംതൃപ്തിയും സന്തോഷമുള്ളവരായിട്ട് എപ്പോഴും ഇരിക്കുക, ജീവിതം ആസ്വദിക്കുക. താങ്ക്